നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ദാ രാവിലെ ഞാൻ ഒറ്റക്കാണ് ചായ കുടിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എത്തുകയുള്ളൂ. ഇപ്പോൾ രാവിലെ കാലിച്ചായക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു മസാല ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചട്നിയാണ് കേട്ടോ ഈ മസാല ദോശയിലേക്ക് ഫസ്റ്റ് തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനിതാ അഗാരോൻ്റെ 3 ജാറുള്ള ഒരു ബ്ലെൻഡറാണ് എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ഇതിന്ന് ഇഡ്ഡലിക്കോ മറ്റൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഉമ്മക്ക് വാങ്ങിയിട്ടുള്ളതാണല്ലോ ഈ ഒരു ബ്ലെൻഡർ. അപ്പോൾ അത് ഉമ്മ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ കൂടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചട്നിയാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അഗാരോൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് 3 ജാറുള്ളതിനോണ്ട് തന്നെ 2 എണ്ണം പിന്നെ ഒന്ന് നമുക്ക് ജ്യൂസ് അടിക്കാനും പിന്നെ അതേപോലെ ഇത് എന്താണ് അരി അരയ്ക്കാനും ഇഡ്ഡലിക്കൊക്കെ അരി അരയ്ക്കാനൊക്കെ ഇത് യൂസ് ആക്കും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഒന്ന് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടിട്ടോ. ഈ ചട്നീൻ്റെ കാര്യം എന്താ വെച്ചാൽ തേങ്ങയും പിന്നെ അതേപോലെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ അതാ കുറച്ച് പുളി. ഈ പുളീൻ്റെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചട്നി വേവിക്കുന്ന സമയത്ത് ചേർക്കുകയും ചെയ്യട്ടോ. ഇതിങ്ങനെ നല്ല ഫൈനായിട്ട് അരയരുത്. അപ്പോൾ കുറച്ചൊരു തരിയോട് കൂടി അരയണം. ഫൈനായിട്ട് അരഞ്ഞാൽ ഈ ചട്നി വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പൊടിക്കുന്ന ജാറാണ് ചെറുത്. പിന്നെ ഒന്ന് ജ്യൂസ് അടിക്കുന്നേ നമുക്ക് അരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി അരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും. നമ്മുടെ സാധാ മിക്സിൻ്റെ ആ ഒരു യൂസ് തന്നെയാണ്. പിന്നെ ഇതിലെന്താണ് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ല. ബാച്ചിലേഴ്സിനൊക്കെ നല്ല യൂസാണ് കേട്ടോ. അതേപോലെ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതൊന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. വലിയ റേറ്റും ഇല്ല. 2100 സംതിങ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ചട്നി അവിടെ അരച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇതാ ഈ മസാല റെഡിയാക്കുകയാണ്. അതിനായിട്ട് ഇതാ കുറച്ച് നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല നെയ്യ് ഇട്ടതിന് ശേഷം ചൂടായതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇതാ ഒരു ഉള്ളിൻ്റെ പകുതിയും പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇവയെല്ലാം കൂടി ഇട്ടിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ കടുകിൻ്റെ കൂടെ തന്നെ ആ ഒരു വറ്റൽമുളക് ഇടണ്ടീന് കേട്ടോ. അപ്പോൾ ഞാനത് ഇടാൻ മറന്നുപോയി. പിന്നെ അത് അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 2 പേർക്കുള്ള അളവാണ് കേട്ടോ. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വളരെ കുറച്ചൊരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ അതാ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മസാല ഉണ്ടല്ലോ അതൊരു എന്താ പറയുക ലൂസായി പോവും. അപ്പോൾ ഒരിത്തിരി കട്ടി വേണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ്. എൻ്റെ അടുക്കളയിലേക്ക് ആദ്യം വാങ്ങിയ സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ. അത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ആദ്യമൊക്കെ എനിക്ക് പേടിയേനു ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇതെപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കണമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നല്ല റേറ്റൊക്കെ വളരെ കുറവാണിത്. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ചട്നി ഇതാ എണ്ണയിലാണ് കേട്ടോ വറവിട്ടെടുക്കുന്നത്. ഇതാ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതാ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല മറന്നു വരുതേ. പിന്നെ അതേപോലെ ഈ ചട്നി അരയ്ക്കുമ്പോൾ ചുവന്നുള്ളി മറന്നു പോകരുത്, ഈ വെളുത്തുള്ളി മറന്നു പോകരുത്. പിന്നെ അതേപോലെ തന്നെ പുളി അത് ആകെ മറക്കാതെ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിയിലേക്കായാലും ദോശയിലേക്കായാലും ഒക്കെ. മസാല ദോശയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചട്നീൻ്റെ ആവശ്യമില്ല. എന്നാലും ചില സമയത്ത് ചിലവർക്ക് ചട്നി ആവശ്യമുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്, അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ അത് ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മസാല ദോശൻ്റെ മസാലയും റെഡിയായി, ചട്നിയും റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കണം. അത് അതേപോലത്തെ ഒരു വലിയ പാനാണ്. ഈ ഒരു പാനിൽ ഞാൻ അധികം പത്തിരിയാണ് കേട്ടോ ചുട്ടെടുക്കൽ. അപ്പോൾ അതിന് ശേഷം നല്ല ചൂടായിക്കണമെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നല്ലോണം ഒന്ന് പരത്തിയെടുക്കാൻ പറ്റൂല. അങ്ങനെ എന്താ പറയുക ചുരുണ്ട് പോവും. അതേപോലെ തന്നെ ഈ ഒരു പാന് ബിസ്മിൻ്റെ ബ്രാൻഡാണ്. കുറേ ആയിട്ടോ, ഇതും ഒരു 3-4 കൊല്ലമായി. അടുക്കളൊക്കെ പുതിയതാക്കിയതിന് ശേഷം കുറേ സാധനങ്ങൾ ഞാനൊക്കെ പഴയതൊക്കെ ഒഴിവാക്കി പുതിയതാക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത് കുറേ മുമ്പേ ഉള്ളതാണ്. പുതിയ അടുക്കളയിലേക്ക് വാങ്ങിയതൊന്നുമല്ല, പുതിയതല്ല കേട്ടോ. ഇപ്പം അടുക്കള ഉണ്ടാക്കിയിട്ട് 3 വർഷമായി. പിന്നെ ആ ദോശയൊക്കെ നല്ലോണം പരത്തിയെടുത്തതിന് ശേഷം എനിക്ക് ദോശ ചുടുമ്പോൾ ഈ നെയ്യ് മസ്റ്റാണ് കേട്ടോ. നല്ല നെയ്യ് ഇട്ടില്ലെങ്കിൽ എന്തോ തരാറാണ്. പിന്നെ നമ്മളൊക്കെ വീടുകളിൽ അധികം ആളുകൾക്കുള്ളതാണ് ഈ അരി തീർന്നാൽ പിന്നെ അതേപോലെ പത്തിരിപ്പൊടി തീർന്നാലൊക്കെ ടെൻഷനല്ലേ. എനിക്കെന്തോ പോലെ നമ്മൾ ചോറ് വെക്കുന്ന അരിയും പിന്നെ പത്തിരിപ്പൊടിയൊക്കെ പഞ്ചസാര ചായപ്പൊടി അതൊക്കെ തീർന്നാൽ നമുക്കൊരു ടെൻഷനാണ് തീരാനാവുമ്പോഴും. പക്ഷെ എനിക്ക് അതിൻ്റെ ഒക്കെ കൂടെ അതൊക്കെ ഓക്കെ, പിന്നെ അതിനൊക്കെ കൂടെ ഇതായി നല്ല നെയ്യ് തീർന്നാലാണ് കേട്ടോ എനിക്ക് വലിയ പ്രശ്നം.
ഈ മോളുകളിലൊക്കെ പോയാലാണ് ലേശം ഒരു പൈസ കുറവിന് കിട്ടുക. ഇതന്നെ നമ്മളെ കടയിൽ നല്ല വിലയും കൊടുക്കണ്ടോ, 350 375ഒക്കെയാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ 299 രൂപക്ക് കിട്ടും. അപ്പോൾ എപ്പോൾ ഞാൻ ആ ഭാഗത്ത് പോയിക്കണമെങ്കിലും മോളിലൊക്കെ പോയാലും വേഗം അതാണ് കേട്ടോ വാങ്ങൽ. പിന്നെ ഇതാ മസാല ദോശ റെഡിയായി. കഥ പറഞ്ഞതിൻ്റെ ഉള്ളിൽ കൂടി മസാല ദോശ റെഡിയായത് അറിഞ്ഞില്ലല്ലേ. പിന്നെ ഇതാ അന്ന് രാവിലെ കുട്ടികളാരും ഇല്ലേന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു ഉച്ചയോട് കൂടിയാണ് വലിയ രണ്ടാൾ വന്ന് മനും വാവയൊക്കെ വന്ന് പിറ്റേന്ന് വോട്ടിന് വന്നതാണ്. പിന്നെ അതാ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മോളോട് വരാൻ പറഞ്ഞ് അപ്പോളും വന്ന് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു ദിവസമായിന് കേട്ടോ. അത് കുറേ ദിവസങ്ങൾക്ക് ശേഷം മനു വന്നിട്ട് 4 മാസത്തിന് മുമ്പാണ് ഒരു സൽക്കാരം കഴിഞ്ഞില്ലേനു ആങ്ങളുടെ മക്കളെ, അന്നാണ് കേട്ടോ പോയത്. പാവ പിന്നെ ഇടയ്ക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിച്ചാലും ഓൻ വേഗം വരും കേട്ടോ. പക്ഷെ ഇങ്ങനെ എല്ലാവരും കൂടി കൂടുന്ന ദിവസം ഇവിടെ ദുർലഭമാണ്. അതുകൊണ്ടാണ് ഞാനത് ഒരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞിട്ടും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇവരിപ്പോൾ ഒരു 3-4 ദിവസം ഇവിടെ ഉണ്ടായി കേട്ടോ. പക്ഷെ ഉള്ള ദിവസമൊന്നും എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഓരോ പോവലും വരവും പിന്നെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്തോ വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡിക്ക് വന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറേ കഴിഞ്ഞൊരു 3-4 മാസത്തിന് ശേഷമാണ് ഒന്നെടുത്ത് ഞങ്ങളത് ആ വെയിലത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല വളമാണ് കേട്ടോ, അത് കമ്പോസ്റ്റ് വളം. അത് നല്ലോണം വെയിൽ കൊള്ളിച്ചിട്ട് അതൊന്ന് എടുത്ത് വെക്കണം. പിന്നെ അതാ എൻ്റെ കാക്കൻ്റെ പണിയാണ് കേട്ടത്. മുറ്റത്ത് ആ പുതിയ മെറ്റലിടുമ്പോൾ പഴയ മെറ്റലെല്ലാം കൂടി എടുത്തുണ്ടോ ഈ ഒരു ഭാഗത്തിട്ട് നല്ലോണം പച്ചമുളകൊക്കെ സെറ്റായി വന്നിനെയാണ് സ്ഥലം ഇനിയത്. പക്ഷേ ഈ മെറ്റലിട്ടതോടുകൂടി പച്ചമുളകൊക്കെ ഒക്കെ ഉണങ്ങിപ്പോയി. പിന്നെ അതാ ഈ ഇതല്ല എന്താണ് പറയുന്നത്, ഇന്നെന്തോ ഒരു കിളി പോയ അവസ്ഥയാണ് കേട്ടോ. കുട്ടികളെല്ലാവരും ഇന്നലെ രാത്രി പോയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരു സന്തോഷവും ഇല്ല രാവിലെ ആയപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് മൂടൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തുവെച്ച വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ വോയിസ് കൊടുക്കാനും പറ്റുന്നില്ല, മൊത്തത്തിലൊരു കിളി പോയ അവസ്ഥ എന്ന് പറയില്ല, അതേപോലെയാണ് ഇന്നുണ്ട്. ഈ കാക്കനെ കുറേ ചീത്ത പറയാം കേട്ടോ. ഞാനിത് ഇങ്ങനെ പണിയാണ് ഇവിടെയൊക്കെ നാശാക്കിയത്, നല്ല ഉഷാറിൽ മുളക് വന്നീനി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാക്ക വേഗം എളുപ്പത്തിന് കാക്ക അങ്ങനെ കൊണ്ടുപോയി ഇടുന്ന ആളൊന്നല്ല. പക്ഷെ എന്താണെന്നറിയില്ല, മൊത്തത്തിൽ മെറ്റലിൻ്റെ അതൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് അതൊക്കെ മാന്തി ഒഴിവാക്കിയിട്ട് ഞാനിതാ ഈ ഒരു ഇലൻ്റെ പേരെന്തേലും മറന്നുപോയി. കുട്ടികൾക്കൊക്കെ നമ്മൾ വാട്ടിയിട്ട് കൊടുക്കും, കഫക്കെട്ടിനൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ അതേപോലെ ആവി പിടിപ്പിക്കാനൊക്കെ ആവി പിടിക്കുമ്പോഴൊക്കെ ആ ഒരു ഇല ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പനിക്കൂർക്കൻ്റെ ഇല അത് മറന്നു, ചില കാര്യമില്ല ഭയങ്കര മറവി കേട്ടോ. നാവിൻ്റെ തുമ്പത്ത് ഇങ്ങനെ തത്തിക്കളിക്കും പേര്, പക്ഷെ ആ പേര് ഇങ്ങോട്ട് കിട്ടൂല. പിന്നെ ആ മെറ്റലൊക്കെ ഞാനൊക്കെ നന്നാക്കി എടുക്കുകയാണ്. അവിടെയൊക്കെ ഒന്ന് കൊത്തി കളിച്ചിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടണമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതേപോലത്തെ ഓരോ പണിയാണ് എടുക്കുന്നത് ഇപ്പോൾ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യലും പോസ്റ്റ് ചെയ്യലും അതിൻ്റെ നിങ്ങളെ കമൻറ്റിന് കാത്തിക്കലൊക്കെ നല്ലൊരു ടൈം പാസ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു മൈൻഡ് റിലീഫ് ആകുന്ന ഒരു സംഭവമാണ് അതൊക്കെ, വീഡിയോൻ്റെ പിന്നാലെ പോകൽ. പിന്നെ ചില സമയത്ത് മടി കാരണം അത് എടുക്കാനും ഭയങ്കര ചടപ്പാണ് ഇപ്പോൾ. പിന്നെ അതാ നമ്മൾ ആ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ആ ഉണക്കിയ കമ്പോസ്റ്റ് അല്ല കേട്ടോ, ഇത് മോളെ വീട്ടിൽ നിന്ന് ഓളോടെ ഉണ്ടായിനി ആ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓള് കുറച്ച് തന്നപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കുറച്ച് ചുവന്ന മണ്ണൊക്കെ മാന്തി കൊണ്ടുവന്ന്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഇടുകയാണ് ഇതിലേക്ക്. പിന്നെ അത് അലോവേരയൊക്കെ നശിച്ചു പോയിട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കുഴിച്ചിട്ടാണ്. പിന്നെ ഈ പനിക്കൂർക്കൻ്റെ ഇലയും ഇങ്ങനെ നല്ലൊരു ഔഷധമാണല്ലോ. ഒന്നില്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വീട്ടിൻ്റെ മുറ്റത്തായി ഉണ്ടാകുമ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ടൊന്ന് ഉഷാറാക്കുകയാണ്. എന്തായാലും വളമൊക്കെ ഇട്ടതിനെ കൊണ്ട് ഞാനില്ലേ ഈ കമ്പോസ്റ്റിൽ മീനിൻ്റെ ചെല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി വളമാണ്. അതിൽ പച്ചക്കറീൻ്റെ വേസ്റ്റും പഴത്തിൻ്റെ തൊലി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒക്കെ കാക്കനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ, അവിടെ മെറ്റലുണ്ടോ ഇട്ടതാണ് കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ആ മണ്ണ് മിക്സ് ചെയ്യാൻ ഒരു ഷീറ്റ് ഉണ്ടോ ഇട്ടപ്പോൾ അത് ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക അത് കൊണ്ടുപോയി. അപ്പം ഞാൻ ഈ മണ്ണ് പിടിച്ചിലിച്ച് കൊണ്ടുപോയിട്ടുണ്ടപ്പോൾ എന്നോ പറഞ്ഞു അവിടെ ഇട്ടേക്ക്, ഇനി വെറുതെ ഊരക്ക് പണി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മണ്ണൊക്കെ അതിലേക്ക് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ ചകിരിച്ചോറ് അരച്ചാക്കി വാങ്ങിയിട്ടുണ്ട്. ഇനി ഈ ചുവന്ന മണ്ണിലേക്ക് ചകിരിച്ചോറും ഈ പിന്നെ കമ്പോസ്റ്റും കൂടി ഇട്ടാൽ പെട്ടെന്ന് നമ്മൾ ചെടി കുഴിച്ചിട്ടാൽ പിടിക്കുമല്ലോ, അതാണ്. പിന്നെ ഞാനൊരു 5-6 ചട്ടി വാങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്കൊക്കെ പിന്നെ ഈ മണ്ണ് മിക്സ് ചെയ്തത് റെഡിയാക്കി കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഈ കടലാസ് പൂവില്ലേ, ഇപ്പോൾ ബോഗൻവില്ല എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ തൈ വാങ്ങണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഈ ചകിരിച്ചോറ് വാങ്ങാൻ പോയപ്പോൾ ഭയങ്കര വില,
250 ഒരു ബോഗൻവില്ലൻ്റെ ഇത് തൈക്ക്. അപ്പോൾ അതൊക്കെ ഒരു 250 കൊടുത്ത് ബോഗൻവില്ലൊക്കെ വാങ്ങാറും നമുക്കൊരു മനസ്സിനൊരു ഇതാണല്ലോ. എവിടെ പോയാലും ഒരു കഷ്ണം ചോദിച്ചാൽ ആരും തരും. അപ്പോൾ അത് കുഴിച്ചിടണോ തൈ വാങ്ങണോ എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ആ ഭാഗം ചെറിയൊരു ഭാഗമാണ് ആളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ പച്ചമുളകൊക്കെ പോയതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഉമ്മൻ്റെ അടുത്ത് പോയിട്ടുണ്ടേനി. പക്ഷെ അവിടുന്ന് കുറേ മുളകിൻ്റെ തൈ ഉമ്മ തരാറിഞ്ഞ് അത് കൊണ്ടുവരാനും മറന്നുപോയി. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ള സൈസിലൊരു വോയിസ് ഇടണം എന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ എന്തോ ഞാൻ പറഞ്ഞില്ലേ വോയിസ് കൊടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ ആകെ കിളി പോയി. ഞാൻ പറഞ്ഞില്ല മക്കളെല്ലാവരും പോയപ്പോഴേക്കും എന്തോ ഒരു മൂഡ് ഔട്ട് പോലെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ആ മത്തി അച്ചാറിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതിൽ കാണിക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ടല്ല. ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട്. എന്തായാലും കുഞ്ഞമത്തി കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. മത്തിയൊക്കെ എന്തായാലും നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതല്ല നമ്മളെ നാട്ടിൽ. ഇതിൻ്റെ ഇടയ്ക്ക് മത്തിൻ്റെ ഒരു ചാകര പോലെ വന്നിനി. ഇപ്പം എന്താ സ്ഥിതി എന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ വലിയ മത്തിയാണെങ്കിൽ അത് പൊരിച്ചിട്ട് മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു കുപ്പി അച്ചാറിട്ട് ഞാൻ ഇപ്പോൾ വാവ പോകുമ്പോൾ ഓന് കൊടുത്തേച്ച്. പിന്നെ ഇവിടെ ഇല്ല അപ്പം ഇനിയിപ്പോൾ ഒന്ന് ഉണ്ടാക്കണം. ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. ഒരു പച്ചക്കറീൻ്റെ കറിയൊക്കെ കൂട്ടുമ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. അപ്പോൾ 3 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോ കാണാൻ മടിയാണെങ്കിൽ അത് കണ്ടാലും മതി കേട്ടോ. കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 3-4 കൊല്ലത്തിന് ഇങ്ങോട്ടേക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു മറതിയാണല്ലേ, ഭയങ്കര മറതിയാണ്. ഫ്രിഡ്ജ് തുറന്നാൽ ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കാൻ വന്നതെന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. അതേപോലെ തന്നെ കറിയിൽ എന്തെങ്കിലും ഇടുമ്പോൾ എന്താ ഇട്ടാൽ മറന്നുപോയി എന്നൊക്കെ ഉള്ളൊരു ചിന്ത. ഒന്നാമത്തെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഫോണിലെ ഉപയോഗം ഒരുപാട് കൂടിയിട്ടുണ്ട് എല്ലാവർക്കും. പെണ്ണുങ്ങളിലാണ് അധികവും. ആണുങ്ങളും കുട്ടികളൊന്നും അതിൽ കുറവല്ല. എന്നാലും നമ്മൾ ഈ ചെറിയ ഇടവേളകൾ കിട്ടുമ്പം വീട് പണീൻ്റെ ഒക്കെ ഇടവേളകൾ കിട്ടുമല്ലോ, ആ സമയത്തു നമ്മൾ വേഗം ഈ ഫോൺ എടുത്തിട്ട് അതിലെന്ത് റീൽസ് കാണുക വീഡിയോ കാണുക ചെയ്യുക. ശരിക്കും പറയുകയാണെങ്കിൽ അമിത ഉപയോഗം തന്നെയാണ് നമ്മൾ ഫോണിൽ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നമുക്കൊന്നും ചിന്തിക്കാനുള്ളൊരു ശേഷി നഷ്ടപ്പെടുകയാണ് നമുക്ക്. പിന്നെ ഈ കൊറോണൻ്റെ ആ ഇഞ്ചക്ഷൻ വെച്ചതിനെ കൊണ്ട് കുറേ മറവി വന്നു എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫോണിൻ്റെ ഉപയോഗം കൂടിയ തന്നെയാണ്. എന്തിനും ഏതിനും നമ്മൾ ഫോണിനാണല്ലോ ആശ്രയിക്കുന്നത്. എന്തിന് ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് കണക്കുകൾ കൂട്ടണമെങ്കിൽ പോലും നമ്മൾ മൊബൈൽ എടുത്തിട്ട് അതിലെ കാൽക്കുലേറ്റർ എടുക്കുക. പണ്ട് നമ്മൾ എന്താ ചെയ്യല്, മനക്കണക്കേനില്ല എല്ലാം. നമുക്ക് മനസ്സിൽ തന്നെ നമുക്ക് കുറഞ്ഞൊരു കാര്യം കണക്ക് കൂട്ടണമെങ്കിൽ അത് പറ്റും. പക്ഷെ അതൊന്നും പറ്റൂല ഇപ്പോൾ വേഗം ഫോൺ എടുക്കുക എന്തിനും ഏതിനും അല്ലേ. ഫോൺ കാണാതായാൽ പോലും നമ്മൾ മിസ് കോൾ അടിച്ചിട്ട് അതെവിടെയാണെന്ന് തിരഞ്ഞെടുക്കുക ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫോൺ മിസ് കോൾ അടിച്ച് തരുന്നതിനെ കൊണ്ട് തന്നെ വേറെ എന്ത് സാധനം തരിയുമ്പോഴും അതിനൊരു കഴിവുണ്ടെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ് വരിക. ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ ഓർമ്മശക്തിയൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.